ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ പാർട്ട് 5 ആണ് കേട്ടോ. ബാക്കി പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ മാംഗല്യം എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഹരിശ്രീയുടെ വലിയ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നപ്പോഴും ഇന്ദുവിൻ്റെ മനസ്സ് അവിടെ തന്നെയായിരുന്നു. ജാനകിയമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. പണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മോളെ. അത്രയും വലിയൊരു സഹായം കിട്ടുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടും മനസ്സിൻ്റെ ഒരു കോണിൽ ചെറിയൊരു കുറ്റബോധമുണ്ടായിരുന്നു. ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ഇന്ദുവിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യം ഓർത്തപ്പോൾ ആ വാശിയൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു. മീര റോഡിലേക്ക് നോക്കി ഒരു ഓട്ടോ കൈ കാണിച്ച് നിർത്തിച്ചു. വാ ഹിന്ദു. രണ്ടുപേരും ഓട്ടോയിൽ കയറി. ഓട്ടോ ആശുപത്രിയിലേക്ക് തിരിച്ചു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്ന ഇന്ദുവിൻ്റെ മുഖത്ത് ഇപ്പോഴും ആകുലതയുണ്ടായിരുന്നു. അത് മീര ശ്രദ്ധിച്ചു. ഇന്ദു, എന്താ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ജാനകിയമ്മ പറഞ്ഞതല്ലേ, അവർ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു പതിയെ പറഞ്ഞു. അത് തന്നെ മീര, അവർ ഇത്രയും സഹായിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. മീര അവളെ നോക്കി. നീ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇന്ദു. അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ അച്ഛൻ്റെ ചികിത്സ മാത്രം നോക്കിയാൽ മതി. ഇന്ദു ഒന്നും പറഞ്ഞില്ല. അവൾ മെല്ലെ തലകുലുക്കി. അപ്പോഴാണ് മീര വീണ്ടും പറഞ്ഞത്. പിന്നെ അവിടെ ജാനകിയമ്മ ആരെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? ആ ആശുപത്രിയിലെ ഡോക്ടറെയോ മാനേജ്മെന്റിനെയോ ഒക്കെ? എന്തായാലും അവര് വിളിച്ചിട്ടുണ്ടാവും. പണം അടച്ചിട്ടുണ്ടാവോ? ഇന്ദു ഉടനെ മീരയെ നോക്കി. അറിയില്ല മീര. എന്തായാലും അവർ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടാകുമല്ലോ. നമുക്ക് ആശുപത്രിയിൽ എത്തിയിട്ട് നോക്കാം. ഓട്ടോ ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിലെത്തി നിന്നു. രണ്ടുപേരും വേഗത്തിലിറങ്ങി. ഇന്ദു കൂലി കൊടുത്ത് അകത്തേക്ക് വേഗത്തിൽ നടന്നു. മീരയും പിന്നാലെ ചെന്നു. വാർഡിന് മുന്നിലെത്തിയപ്പോൾ സാവിത്രി കസേരയിലിരിക്കുകയായിരുന്നു. മകളെ കണ്ടതും അവർ എഴുന്നേറ്റു. മോളെ. ഇന്ദു അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അമ്മേ. സാവിത്രിയുടെ മുഖത്ത് പെട്ടെന്ന് ആശങ്ക നിറഞ്ഞു. എന്തായി മോളെ, പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എല്ലാം പറഞ്ഞു അമ്മേ. അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും ചികിത്സയ്ക്ക് പണം വേണമെന്ന കാര്യവും. അവൾ പറയുമ്പോൾ തന്നെ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട്? ഇന്ദു അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മ പേടിക്കണ്ട. ജാനകിയമ്മ എല്ലാം കേട്ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. പണം എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സാവിത്രി ഒന്നും മിണ്ടാതെ മകളെ നോക്കി. അവർ ശരിക്കും അങ്ങനെ പറഞ്ഞു മോളെ? അതെ അമ്മേ, നമ്മളെ ഇത്രയും സഹായിക്കാൻ. അവരുടെ ശബ്ദമിടറി. മീര അവിടെ ഉണ്ടായിരുന്നു. അവൾ സാവിത്രിയെ ആശ്വസിപ്പിച്ചു. അമ്മേ, ഇനി പേടിക്കണ്ട. ജാനകിയമ്മ അവിടുത്തെ ആശുപത്രിയിലുള്ള ആളുകളെ അറിയാമെന്നും പറഞ്ഞു. എന്തായാലും അവർ വിളിച്ചിട്ടുണ്ടാവും. സാവിത്രി കൈകൂപ്പി. ദൈവം അവർക്കൊക്കെ നല്ലത് വരുത്തട്ടെ. നമുക്ക് വേണ്ടി ആരുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ അവർക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്ദു അമ്മയുടെ തോളിൽ കൈവച്ചു. അമ്മേ, ഇനി കരയണ്ട. അച്ഛന് ചികിത്സ തുടങ്ങണം. അവർ മൂന്നുപേരും കുറച്ചുനേരം അവിടെ തന്നെ ഇരുന്നു. സമയം പതിയെ കടന്നുപോയി. ആശുപത്രിയുടെ ഇടനാഴിയിൽ ആളുകൾ വന്നു പോകുന്ന ശബ്ദം, നഴ്സുമാരുടെ വേഗത്തിലുള്ള ചുവടുകൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന ആശുപത്രി ഉപകരണങ്ങളുടെ ചെറിയ ശബ്ദങ്ങൾ. ആ അന്തരീക്ഷത്തിനിടയിലും ഇന്ദുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അച്ഛൻ കിടക്കുന്ന മുറിയുടെ വാതിലിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വെള്ള കോട്ടിട്ട ഡോക്ടർ അവിടേക്ക് നടന്നു വരുന്നത് കണ്ടത്. ഇന്ദു ഉടനെ എഴുന്നേറ്റു. ഡോക്ടർ. ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നു. മുഖത്ത് ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഗൗരവമില്ലായിരുന്നു. ഇന്ദുലേഖ. ഡോക്ടർ. ഒരു കാര്യം പറയാനുണ്ട്. ഇന്ദുവിന്റെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടി. എന്താ ഡോക്ടർ? ഡോക്ടർ വളരെ ശാന്തമായി പറഞ്ഞു. ചികിത്സ തുടങ്ങുന്നതിനുള്ള പണം അടച്ചു കഴിഞ്ഞു. ഇന്ദുവിന് ഒരു നിമിഷം എന്താണ് കേട്ടതെന്ന് പോലും മനസ്സിലായില്ല. പണമടച്ചോ? അതെ. മീരയും സാവിത്രിയും ഒരുപോലെ ഡോക്ടറെ നോക്കി. ആശുപത്രി മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. അഡ്വാൻസ് തുക അടച്ചിട്ടുണ്ട്. ഇനി ചികിത്സ തുടങ്ങുന്നതിന് തടസ്സമൊന്നുമില്ല. ഇന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ, നിങ്ങളുടെ അച്ഛന്റെ ചികിത്സയിൽ പണത്തിന്റെ പേരിൽ ഒരു താമസവും ഉണ്ടാകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടതും ഇന്ദുവിന് ഇനി കണ്ണീർ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ മുഖം തിരിച്ച് കണ്ണുനീർ തുടച്ചു. സാവിത്രി കൈകൂപ്പി. ഡോക്ടർ പതിയെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ചികിത്സ തുടങ്ങുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. ഇന്ദു കണ്ണുനീർ തുടച്ച് തലയാട്ടി. ശരി ഡോക്ടർ, ഞങ്ങളെല്ലാം ചെയ്യാം.
ഡോക്ടർ അകത്തേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് ഇന്ദു കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. മീര അവളുടെ അരികിലേക്ക് വന്നു. ഇന്ദു ഇന്ദു പതിയെ അവളെ നോക്കി. എന്താ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന്. ഇന്ദു ഒന്നും പറയാതെ മീരയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ അത് രാവിലെ മുതലുണ്ടായിരുന്ന നിരാശയുടെ കണ്ണുനീരായിരുന്നില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ചികിത്സ തുടങ്ങാൻ പോകുന്നു എന്നൊരു ആശ്വാസത്തിൻ്റെ കണ്ണുനീരായിരുന്നു. അതേസമയം ഹരിശ്രീയിൽ അവർ ഫോൺ എടുത്ത് പ്രിൻസിപ്പാളിനെ വിളിച്ചു. കുറച്ച് റിങ് ചെയ്ത ശേഷം കോൾ എടുത്തു. ഹലോ സാർ, ഞാൻ ജാനകിയാണ്, ഹരിശ്രീയിൽ നിന്നാണ്. പ്രിൻസിപ്പാൾ ഉടനെ തിരിച്ചറിഞ്ഞു. ആ, ജാനകി അമ്മയാണോ? എന്താണ്? ഒരു കാര്യം ചോദിക്കാനാണ് സാർ വിളിച്ചത്. നമ്മുടെ സ്കൂളിലെ ഇന്ദുലേഖ ടീച്ചറുടെ നമ്പർ ഒന്ന് എനിക്ക് അയച്ചു തരാമോ? എൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ നമ്പർ ഇപ്പോൾ ഇല്ല. തീർച്ചയായും മാഡം, ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. ശരി സാർ. കോൾ അവസാനിച്ചതിന് പിന്നാലെ തന്നെ പ്രിൻസിപ്പാൾ ഇന്ദുലേഖയുടെ നമ്പർ ജാനകിയമ്മയ്ക്ക് അയച്ചു കൊടുത്തു. നമ്പർ കിട്ടിയതും ജാനകിയമ്മ ഒട്ടും വൈകാതെ ഇന്ദുവിനെ വിളിച്ചു. അപ്പോൾ ഇന്ദു ആശുപത്രിയിലായിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ നോക്കി. പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു അത്. ആരായിരിക്കും? ഒന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കോൾ എടുത്തു. ഹലോ. മറുവശത്ത് പരിചിതമായൊരു ശബ്ദം. മോളെ, ഞാൻ ജാനകിയാണ്. അത് കേട്ടതും ഇന്ദു ഒന്ന് നേരെയിരുന്നു. അയ്യോ, മാഡമോ? അതേ മോളെ. ഇന്ദുവിൻ്റെ ശബ്ദത്തിൽ പെട്ടെന്ന് നന്ദിയും സ്നേഹവും നിറഞ്ഞു. മാഡം, ഒരുപാട് നന്ദിയുണ്ട്. എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. ഡോക്ടർ ഇപ്പോൾ വന്ന് പറഞ്ഞതേ ഉള്ളൂ, പണം അടച്ചിട്ടുണ്ട്, ഇനി ചികിത്സ തുടങ്ങാമെന്ന്. മാഡം ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ട് എങ്ങനെ നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇന്ദു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാനകിയമ്മ അവളെ തടഞ്ഞു. മോളെ, വേറൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഇന്ദു പെട്ടെന്ന് നിശബ്ദയായി. എന്താ മാഡം? ജാനകിയമ്മ പതിയെ പറഞ്ഞു. ഞാൻ നിന്റെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യം മേനോൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാനായിരുന്നു. പക്ഷേ ഞാൻ പണം അടയ്ക്കുന്നതിന് മുമ്പേ അവിടെ വേറെ ആരോ പണം അടച്ചു കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്ദുവിൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. എന്താ മാഡം? വേറെ ആരോ പണം അടച്ചെന്നോ? അതേ മോളെ, ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ മേനോൻ ചേട്ടനോട് ഒന്നുകൂടെ അന്വേഷിക്കാൻ പറഞ്ഞു. അവരും വീണ്ടും പരിശോധിച്ചു. അപ്പോഴാണ് ശരിക്കും പണം അടച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞത്. ഇന്ദു ഒന്നും മിണ്ടാതെ നിന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ മാഡം, ഞാൻ വിചാരിച്ചത് മാഡം തന്നെയാണ് പണം അടച്ചതെന്നാണ്. ഡോക്ടർ പണം അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഡം ചെയ്തതാണെന്നാണ് ഞാൻ കരുതിയത്. ജാനകി അമ്മയും ആശയക്കുഴപ്പത്തിലായിരുന്നു. അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്നെ വിളിച്ചത്. നീ വേറെ എവിടെ നിന്നെങ്കിലും പണം സംഘടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആരായിരിക്കും മോളെ പണം അടച്ചത്? ഇന്ദു പതിയെ പറഞ്ഞു. എനിക്കറിയില്ല മാഡം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ആരോടും പണം ചോദിച്ചിട്ടില്ല. മാഡത്തോട് മാത്രമാണ് സഹായം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മാഡം പണം അടച്ചതാണെന്നാണ് ഞാനും കരുതിയത്. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഇന്ദുവിൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ആരായിരിക്കും അവളുടെ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം ഇത്രയും പെട്ടെന്ന് അടച്ചത്? അവൾക്കറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? പക്ഷേ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആരെയും അവൾക്ക് ഓർമ്മ വന്നില്ല. ജാനകിയമ്മ പതിയെ പറഞ്ഞു. എന്തായാലും സാരമില്ല മോളെ. ആരായാലും നിന്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് സഹായിക്കണമെന്ന് തോന്നിയിട്ടല്ലേ അത് ചെയ്തത്. നല്ല മനസ്സുള്ള ആരെങ്കിലും ആയിരിക്കും. പക്ഷേ ഇനിയുള്ള കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഇനി എന്തെങ്കിലും ചികിത്സാ ചെലവ് വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ മേനോൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ശരി മാഡം, ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയണ്ട മോളെ. അച്ഛൻ്റെ ചികിത്സ നന്നായി നടക്കട്ടെ. അതാണിപ്പോൾ പ്രധാനം. ശരി മാഡം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം, കേട്ടല്ലോ? ശരി. കോൾ അവസാനിച്ചു. ഫോൺ പതിയെ താഴ്ത്തിയിട്ട് ഇന്ദു കുറച്ചു നേരം അനങ്ങാതെ നിന്നു. മീര അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇന്ദു? ഇന്ദു പതിയെ മീരയെ നോക്കി. മീര, ജാനകി അമ്മ പണം അടച്ചിട്ടില്ല. മീരയുടെ മുഖത്തും ആശയക്കുഴപ്പം നിറഞ്ഞു. പിന്നെ? അവരേക്കാൾ മുമ്പ് ആരോ പണം അടച്ചിട്ടുണ്ട്. ആരാണെന്ന് അവർക്കും അറിയില്ല. മീര ഒന്നും മിണ്ടാതെ ഇന്ദുവിനെ നോക്കി. ഇന്ദുവിൻ്റെ മനസ്സിൽ ആ ചോദ്യം വീണ്ടും ഉയർന്നു. എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം ആരാണ് അടച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ ആശുപത്രിയുടെ ഇടനാഴിയിലേക്ക് നോക്കി നിന്നു. അച്ഛൻ കിടക്കുന്ന മുറിയുടെ വാതിൽക്കപ്പുറം ചികിത്സ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത മാത്രം വളരുകയായിരുന്നു. തന്നോടൊരു വാക്കുപോലും പറയാതെ തൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം അടച്ച ആൾ ആരാണ്? ഇന്ദു, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഇതൊന്നും അമ്മയോടും അച്ഛനോടും നീ പറയണ്ട. ഇന്ദു അവളെ നോക്കി. പിന്നെ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാം. ആരായാലും ഇപ്പൊ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞില്ലേ?
അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഈ സമയത്ത് അമ്മയോടും അച്ഛനോടും ഇതൊക്കെ പറഞ്ഞ് അവരെയും കൂടി ടെൻഷൻ ആക്കണ്ട. ജാനകിയമ്മ തന്നെയാണെന്ന് അവർ കരുതിക്കോട്ടെ. പിന്നെ നമുക്ക് സത്യം മനസ്സിലായാ അപ്പൊ നോക്കാം. ഇന്ദു കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ പതിയെ തലയാട്ടി. ശരിയാ, ഇപ്പൊ അച്ഛനാണ് വലുത്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അപ്പോഴേക്കും ഒരു നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു. രാഘവന്റെ വീട്ടുകാരല്ലേ? അതെ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. ഡോക്ടർ ഫയൽ അടച്ചു വെച്ചുകൊണ്ട് അവരെ നോക്കി. ആദ്യഘട്ട ചികിത്സ കഴിഞ്ഞു. ഇപ്പൊ പേടിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ആ വാക്കുകൾ കേട്ടതും ഇന്ദുവും മീരയും ഒരുപോലെ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. ഡോക്ടർ തുടർന്നു. ഇനി രോഗിയുടെ ശരീരം ചികിത്സയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കണം. ക്യാൻസർ ആയതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് മാറുന്ന അസുഖമല്ല. ക്ഷമ വേണം. കൃത്യമായി ചികിത്സ തുടരണം. ഇന്ദു ശ്രദ്ധയോടെ കേട്ടുനിന്നു. ഡോക്ടർ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ ആഴ്ചയും ഒരു ദിവസം കൃത്യമായി ഇവിടെ വരണം. കീമോതെറാപ്പി തുടരും. ഇടയ്ക്ക് ചില ടെസ്റ്റുകളും ഉണ്ടാകും. മരുന്ന് മുടങ്ങരുത്. ഭക്ഷണ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. രോഗിക്ക് ധൈര്യം കൊടുക്കണം. മനസ്സ് തളരാൻ പാടില്ല. ഇന്ദു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഡോക്ടർ ചെറുതായി ചിരിച്ചു. ധൈര്യമായിരിക്കണം. ഞങ്ങളും പരമാവധി ശ്രമിക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ രാഘവൻ സുഖം പ്രാപിക്കും. അത് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് രാഘവനെ ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. സാവിത്രി അമ്മ കട്ടിലിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. രാഘവൻ മെല്ലെ കണ്ണു തുറന്നു. ഇന്ദുവിനെ കണ്ടതും ഒരു ചെറിയ പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. മോളെ. ഇന്ദു അച്ഛന്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. എങ്ങനെയുണ്ട് അച്ഛാ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട് മോളെ. ശബ്ദം വളരെ ക്ഷീണിച്ചിരുന്നു. സാവിത്രി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ദൈവം കാത്തു. ഇനി ചികിത്സയൊക്കെ നടക്കും. രാഘവൻ മെല്ലെ ഭാര്യയെ നോക്കി. സാവിത്രി, പണത്തിന്റെ കാര്യം? ആ ചോദ്യം കേട്ടതും ഇന്ദുവും മീരയും പരസ്പരം നോക്കി. ഒരു നിമിഷം മീര ഇന്ദുവിനെ നോക്കി ചെറുതായി തലയാട്ടി. ഇന്ദുവിന് കാര്യം മനസ്സിലായി. അവൾ അച്ഛന്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, അതൊന്നും ആലോചിക്കണ്ട. ജാനകി അമ്മ എല്ലാം ചെയ്തു തന്നു. രാഘവൻ അമ്പരന്നു. ജാനകി അമ്മയോ? അതെ അച്ഛാ, ഞങ്ങൾ ഇന്നലെ ഹരിശ്രീയിൽ പോയിരുന്നു. അവിടെ വെച്ച് എല്ലാം പറഞ്ഞു. എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആശുപത്രിയിലെ പണവും അവർ തന്നെയാണ് അടച്ചത്. സാവിത്രി അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവര് നല്ല മനുഷ്യരാണെന്ന്. രാഘവന്റെ കണ്ണുകളും നനഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സഹായം ആരും ചെയ്തിട്ടില്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ദു അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നു. ക്ഷമിക്കണം അച്ഛാ, ഇപ്പൊ ഈ സത്യം പറയാൻ എനിക്ക് കഴിയില്ല. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി. മീര അതെല്ലാം മനസ്സിലാക്കി അവളുടെ തോളിൽ മെല്ലെ കൈവച്ചു. റൂമിലാകെ മരുന്നിന്റെ മണം നിറഞ്ഞിരുന്നു. ജനലിലൂടെ അകത്തേക്ക് വീണിരുന്ന സായാഹ്ന വെളിച്ചം രാഘവന്റെ മുഖത്ത് പതിഞ്ഞു. അല്പസമയം മുൻപ് മാത്രമാണ് മരുന്ന് കയറ്റി കഴിഞ്ഞത്. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സാവിത്രി പതുക്കെ കഞ്ഞി സ്പൂണിൽ കോരി ഭർത്താവിന് കൊടുക്കുകയായിരുന്നു. ഓരോ സ്പൂണ് കൊടുക്കുമ്പോഴും മതി, ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. രാഘവൻ ഒന്നും മിണ്ടിയില്ല. ചെറിയൊരു പുഞ്ചിരിയോടെ ഭാര്യയെ നോക്കി. ആ പുഞ്ചിരിയിൽ പോലും വേദന ഉണ്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം ഡോക്ടർ വീണ്ടും റൂമിലേക്ക് വന്നു. ഫയൽ തുറന്ന് ഒന്ന് നോക്കിയ ശേഷം രാഘവന്റെ അടുത്തേക്ക് നടന്നു. എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമില്ല ഡോക്ടർ. ഡോക്ടർ തലയാട്ടി. ശേഷം ഇന്ദുവിനെയും സാവിത്രിയെയും നോക്കി. ഇപ്പോ വലിയ പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ആദ്യഘട്ട ചികിത്സയ്ക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയത്. പക്ഷേ ഇതുകൊണ്ട് ചികിത്സ കഴിഞ്ഞെന്ന് കരുതരുത്. ഇനി എല്ലാ ആഴ്ചയും കൃത്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. കീമോതെറാപ്പി തുടരണം. മരുന്ന് മുടങ്ങാൻ പാടില്ല. രോഗിയുടെ മാനസിക ധൈര്യവും വളരെ പ്രധാനമാണ്. വീട്ടിലുള്ളവർ ഒരിക്കലും നെഗറ്റീവായി സംസാരിക്കരുത്. ഇന്ദു ശ്രദ്ധയോടെ എല്ലാം കേട്ടു. ശരി ഡോക്ടർ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഡോക്ടർ ചെറുതായി ചിരിച്ചു. ധൈര്യമായിരിക്കണം. ഞങ്ങളും പരമാവധി ശ്രമിക്കാം. അടുത്ത അപ്പോയിന്റ്മെന്റിന്റെ തീയതി നേഴ്സ് എഴുതി തരും. അത്രയും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. ഡോക്ടർ പോയതും റൂമിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. രാഘവൻ മെല്ലെ മകളെ നോക്കി. മോളെ, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലോ. ഇന്ദു പെട്ടെന്ന് അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അച്ഛാ, ഇങ്ങനൊന്നും പറയരുത്. അച്ഛന് സുഖമായാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമാധാനം. സാവിത്രി അമ്മയും കണ്ണുനീർ തുടച്ചു. അതെ ചേട്ടാ, ഇനി ഒന്നും ആലോചിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ വാക്കുകൾ കേട്ട് രാഘവൻ കണ്ണടച്ചു. ക്ഷീണം കാരണം വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി. വൈകുന്നേരത്തോടെ ആശുപത്രിയിലെ നടപടികൾ എല്ലാം പൂർത്തിയായി.
ഡോക്ടറുടെ അനുമതിയോടെ രാഘവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി. മീര ഫാർമസിയിൽ പോയി മരുന്നുകൾ വാങ്ങി. ഇന്ദു ഡിസ്ചാർജ് പേപ്പറുകൾ വാങ്ങി. സാവിത്രി അമ്മ ഭർത്താവിന്റെ വസ്ത്രങ്ങളും സാധനങ്ങളും ഒതുക്കി വെച്ചു. കുറച്ചു കഴിഞ്ഞ് ഒരു ടാക്സി ആശുപത്രിക്ക് മുന്നിലെത്തി. വളരെ ശ്രദ്ധയോടെ രാഘവനെ കാറിൽ കയറ്റി. വീട്ടിലേക്കുള്ള യാത്രയിൽ ആരും അധികം സംസാരിച്ചില്ല. കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഇന്ദുവിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം മാത്രം വന്നു. ആരായിരിക്കും ആ പണം അടച്ചത്? വീട്ടിലെത്തിയപ്പോൾ അയൽവാസികൾ 2-3 പേര് ഓടി വന്നു. എങ്ങനെയുണ്ട് രാഘവേട്ടന്? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട് എന്ന് സാവിത്രിയമ്മ മറുപടി പറഞ്ഞു. എല്ലാവരും ചേർന്ന് രാഘവനെ പതുക്കെ അകത്തേക്ക് കയറ്റി കിടക്കയിൽ കിടത്തി. മരുന്ന് കഴിക്കാനുള്ള സമയമായപ്പോൾ ഇന്ദു വെള്ളം കൊണ്ടുവന്നു. സാവിത്രി മരുന്ന് കൈമാറി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. മീര ഇത്രയും നേരം കൂടെ നിന്നിരുന്നു. ഇന്ദുവിന്റെ അടുത്തേക്ക് വന്ന് അവൾ പതിയെ പറഞ്ഞു, എടീ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. രണ്ടുപേരും വീടിന് പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ചെറിയൊരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതെ നിന്നു. പിന്നെ മീര തന്നെയാണ് സംസാരിച്ചത്. ഇന്ദു, നാളെ മുതൽ നീ സ്കൂളിൽ വരണം. ഇന്ദു അവളെ നോക്കി. ഈ അവസ്ഥയിൽ എങ്ങനെയാ മീര ഞാൻ? അമ്മ ഒറ്റയ്ക്കാവില്ലേ? മീര ശാന്തമായി പറഞ്ഞു. രാവിലെ പോയിട്ട് വൈകിട്ട് വരാലോ. നീ ആ സാലറി കൂടി നഷ്ടപ്പെടുത്തരുത്. ഇനിയും ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പണം വേണം. ഞാനുണ്ടല്ലോ കൂടെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് പോലും എനിക്കറിയില്ല മീര. മീര ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ ഒന്ന് തട്ടി. അതൊന്നും പറയണ്ട, നീ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ. എന്തായാലും ധൈര്യമായി നിൽക്കി, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. ഇന്ദു മെല്ലെ തലയാട്ടി. ശരി എന്നാ, ഞാൻ പോണു, നാളെ വരാട്ടാ. മീര ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി, പോട്ടെ. രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഉറപ്പായും. മീര നടന്നു പോകുന്നത് ഇന്ദു നോക്കി നിന്നു, അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷവും ഇന്ദുവിന് മാത്രം ഉറക്കം വന്നില്ല. കട്ടിലിൽ കിടന്ന് മുകളിലത്തെ ഫാനിൽ നോക്കി അവൾ കണ്ണടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നത് ഒരേ ഒരു ചോദ്യം മാത്രം. ജാനകി അമ്മയല്ലെങ്കിൽ പിന്നെ ആരാണ് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം അടച്ചത്? ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ആ രാത്രി ഇന്ദു ഉറക്കമില്ലാതെ കണ്ണടച്ച് കിടന്നു. രാവിലെ അലാറത്തിന്റെ ശബ്ദം കേട്ടാണ് ഇന്ദു കണ്ണു തുറന്നത്. രാത്രി മുഴുവൻ ശരിക്കും ഉറങ്ങാത്തതുകൊണ്ട് കണ്ണുകൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കുറച്ചു നേരം കിടക്കയിൽ തന്നെ കിടന്ന് അവൾ മേൽക്കൂരയിലേക്ക് നോക്കി. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയി. ആശുപത്രി, അച്ഛൻ്റെ വേദന, ജാനകിയമ്മയുടെ ഫോൺ, പിന്നെ ആരോ അജ്ഞാതനായ ഒരാൾ ചികിത്സയ്ക്കുള്ള പണം അടച്ചത്. അവളൊരു ദീർഘനിശ്വാസം വിട്ടു. ഇപ്പൊ ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, സ്വയം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. അടുക്കളയിൽ എത്തിയപ്പോൾ സാവിത്രി അമ്മ ചായ ഉണ്ടാക്കുകയായിരുന്നു. ഇന്ദുവിനെ കണ്ടതും ചെറിയൊരു പുഞ്ചിരി വരുത്താൻ അവർ ശ്രമിച്ചു. മോളെ, ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ടമ്മേ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? പറ്റും മോളെ. നിന്റെ അച്ഛനിപ്പോ മരുന്ന് കഴിച്ച് ഉറങ്ങുകയാണ്. ഞാൻ നോക്കിക്കോളാം. നീ മനസ്സമാധാനമായി പോയിട്ട് വാ. ഇന്ദു മുറിയിലേക്ക് ചെന്നു. രാഘവൻ ഉറക്കത്തിലായിരുന്നു. നെറ്റിയിൽ കൈവച്ച് ചൂട് നോക്കി. പിന്നെ പുതപ്പൊന്ന് ശരിയാക്കി. ഉറക്കത്തിനിടയിലും രാഘവന്റെ മുഖത്ത് വേദനയുടെ നിഴലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇന്ദുവിന്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അല്പസമയത്തിനകം മീര വീട്ടുമുറ്റത്തെത്തി. ഇന്ദു. ആ വിളി കേട്ട് ഇന്ദു പുറത്തേക്ക് വന്നു. പോകാം. ആ വരുന്നു. സാവിത്രിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കാം മോളെ, ഒന്നും ആലോചിക്കാതെ നീ പോയിട്ട് വാ. രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഇന്നലെ വരെ സംസാരിച്ചും ചിരിച്ചും നടന്ന വഴിയിൽ ഇന്ന് നിശബ്ദതയായിരുന്നു. മീര അത് ശ്രദ്ധിച്ചു. എടീ, ഇന്നലത്തെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ നീ? ഇന്ദു ചെറിയൊരു പുഞ്ചിരി വരുത്തി. മറക്കാൻ പറ്റുന്നില്ല. ആരായിരിക്കും മീര? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മീര അവളുടെ തോളിൽ കൈവച്ചു. നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ആദ്യം സ്കൂളിലെ കാര്യങ്ങൾ നോക്കാം. ഇന്ദു തലയാട്ടി. അപ്പോഴേക്കും ബസ് വന്നു. രണ്ടുപേരും അതിൽ കയറി. സ്കൂളിലെത്തിയപ്പോൾ പതിവ് പോലെ കുട്ടികളുടെ ബഹളവും ബെല്ലിന്റെ ശബ്ദവും നിറഞ്ഞ അന്തരീക്ഷം. പക്ഷേ ഒരു മാറ്റം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓഫീസിന്റെ മുന്നിൽ പുതിയൊരു കറുത്ത കാറ് പാർക്ക് ചെയ്തിരുന്നു. അത് കണ്ടതും മീര പതുക്കെ പറഞ്ഞു. ദേ, ആളെത്തിക്കാണും. ഇന്ദു ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് പ്യൂൺ അകത്തേക്ക് വന്നത്. ഇന്ദുലേഖ ടീച്ചർ, സാർ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. മീര പെട്ടെന്ന് ഇന്ദുവിനെ നോക്കി. പോയിട്ട് വാ. ഇന്ദുവിന്റെ നെഞ്ചിടിപ്പ് അറിയാതെ കൂടി. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൾ പതുക്കെ പ്രിൻസിപ്പാളിന്റെ മുറിയിലേക്ക് നടന്നു. വാതിലിലൊന്ന് മുട്ടി. അകത്ത് നിന്ന് ഗൗരവമുള്ള ശബ്ദം കേട്ടു. കമിൻ.
പ്രിൻസിപ്പളിന്റെ കസേരയിൽ നന്നായി ഇൻ ചെയ്ത ഇളം നീല ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് മുൻപിൽ കുറേ ഫയലുകൾ തുറന്നു വെച്ച് ഗൗരവത്തോടെ ഓരോ പേപ്പറും പരിശോധിക്കുകയായിരുന്നു കാശിനാഥൻ. അവൻ തല ഉയർത്തി ഇന്ദുവിനെ നോക്കി. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഉടക്കി. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ കാശിനാഥൻ വീണ്ടും ഫയലിലേക്ക് കണ്ണു തിരിച്ചു. ഇരിക്കൂ. അവന്റെ ശബ്ദം പതിവ് പോലെ ശാന്തമായിരുന്നെങ്കിലും അതിലൊരു അകലം വ്യക്തമായിരുന്നു. ഇന്ദു പതുക്കെ കസേരയിൽ ഇരുന്നു. അവൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലായിരുന്നു. ക്ലബിന് മുന്നിൽ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ആ മനുഷ്യനും ഇപ്പോൾ ഓഫീസിൽ ഇത്രയും കൃത്യതയോടെ ഫയലുകൾ നോക്കിയിരിക്കുന്ന ഈ മനുഷ്യനും ഇവരിൽ ഏതാണ് യഥാർത്ഥ കാശിനാഥൻ? റൂമിലാകെ കുറച്ചു നേരം നിശബ്ദത മാത്രം. മേശപ്പുറത്തിരുന്ന ഫയൽ അടച്ചുവെച്ച് കാശിനാഥൻ നേരെ വിഷയത്തിലേക്ക് കടന്നു. നിങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ചോദ്യം കേട്ടപ്പോൾ ഇന്ദു നമ്പരന്നു. അവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട് സാർ. ഡോക്ടർ എല്ലാ ആഴ്ചയും ചികിത്സയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാശിനാഥൻ പതിയെ തലയാട്ടി. അതിനുശേഷം വീണ്ടും കുറച്ചു നേരം നിശബ്ദത. നിങ്ങൾക്കിന്ന് ഇനി ലീവ് വേണോ? വേണ്ട സാർ, ഇനി ഞാൻ റെഗുലറായി വരും. ശരി. അവൻ ഫയൽ തുറന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ടു. നിങ്ങളുടെ ലീവ് ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അത്യാവശ്യമല്ലാതെ ലീവ് എടുക്കരുത്. ഇപ്പം സ്കൂളിൽ ആളുകളുടെ കുറവുണ്ട്. ഇന്ദു വിനയത്തോടെ പറഞ്ഞു. ശരി സാർ. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാശിനാഥൻ വിളിച്ചു. ഒരു മിനിറ്റ്. ഇന്ദു തിരിഞ്ഞു നോക്കി. അവൻ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. പിന്നെ വളരെ സാധാരണ രീതിയിൽ പറഞ്ഞു, എന്തെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട സഹായം വേണമെങ്കിൽ ഓഫീസിൽ അറിയിക്കാം. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട സഹായമുണ്ടെങ്കിൽ അത് കിട്ടും. ഇന്ദു ചെറിയ പുഞ്ചിരിയോടെ തലയാട്ടി. നന്ദി സാർ. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. വാതിലടഞ്ഞതോടെ കാശിനാഥൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം മാത്രം. പിന്നെ വീണ്ടും ആ പഴയ ഗൗരവത്തോടെ അടുത്ത ഫയൽ എടുത്തു. പുറത്തിറങ്ങി ഇന്ദുവിനെ കണ്ടതും മീര ഓടി വന്നു. എന്തായി? വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ? ഇന്ദു ചെറുതായി ചിരിച്ചു. ഇല്ലടി, ഞാൻ വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല. മീര നെറ്റി ചുളിച്ചു. എന്താ പറഞ്ഞത്? അച്ഛൻ്റെ ആരോഗ്യം ചോദിച്ചു. പിന്നെ ലീവിൻ്റെ കാര്യം മാത്രം. മീരയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാശിനാഥൻ അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചോ? അതെ. എനിക്കും അത്ഭുതമായിരുന്നു. രണ്ടുപേരും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവരെ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു കാശിനാഥൻ. പക്ഷേ അവർ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ അവൻ തൻ്റെ നോട്ടം മാറ്റിക്കഴിഞ്ഞിരുന്നു. തുടരും. കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഇടാൻ പറ്റാതെ ഇരുന്നത്. സോറി. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.